അപ്പോൾ ഇത് നമ്മളൊരു അടപ്രഥമൻ ഉണ്ടാക്കാൻ പോവാണ്. ഇത് ഞാൻ നാട്ടിൽ പോയപ്പോൾ NSന്റെ റൈസ് അട വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇത് നമ്മളിവിടെ തൃശ്ശൂർ ഞാൻ പല സൂപ്പർ മാർക്കറ്റിലും നോക്കി, ഇത് കിട്ടിയില്ല. അപ്പോൾ നാട്ടിൽ പോയപ്പോൾ ഞാനിത് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഇന്ന് ഇത് നമുക്ക് ഒരു അടപ്രഥമൻ ഉണ്ടാക്കാം. സാധനങ്ങളെല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്. 2 തേങ്ങയുടെ പാല് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, ഇത് 3-ാം പാൽ. 3 പാല്, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, തേങ്ങാക്കൊത്ത്. ഇത് വറുത്ത് ലാസ്റ്റിൽ നെയ്യിൽ വറുത്തിടണം. പിന്നെ ചുക്കും ഏലക്ക, ജീരകം ഇതെല്ലാം കൂടെ പൊടിച്ചതാണ്. അതിവിടെ റെഡിയാണ്. ശർക്കര ഉരുക്കി അരിച്ചെടുത്തതുണ്ട്. ഇതാണ് അട. ഈ അട നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുത്തതാണ്. അത് അപ്പോൾ നമുക്ക് സാധനം ചെയ്ത് തുടങ്ങാം. ഈ 3-ാം പാൽ 3-ാം പാൽ ഒഴിച്ചു. ഒന്നാം പാലിലും ശർക്കരയിലും കിടന്ന് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. നമുക്ക് 2-ാം പാല് ചേർക്കാം. അപ്പോൾ അടപ്രഥമൻ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് 1-ാം പാൽ ചേർക്കാം. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇളക്കിയതിന് ശേഷം പൊടിച്ച് വെച്ച് നമുക്ക് ഏലക്ക, ജീരക പൊടി ചേർക്കാം. ഇത് അപ്പോൾ അടപ്രഥമൻ റെഡി. അപ്പോൾ चार ഫോട്ടോ അല്ല വീഡിയോ പറ എങ്ങനെയുണ്ട് അപ്പച്ചാ?